ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. ഇവിടെ നാഷണൽ ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പിക്സാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസിനെ നമ്മൾ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടീഷർട്ട് മെറ്റീരിയൽ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ 2 സൈഡും കട്ട് ചെയ്ത 2 സൈഡും റോളായിട്ട് അകത്തേക്ക് പോവും. എന്നിട്ട് നമുക്ക് റോൾ പോലെ കിട്ടും. അപ്പോൾ അത് ആവശ്യത്തിന് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലത്തെ 4 കളറിലുള്ള സാറ്റിൻ റിബൺസ് എടുക്കുക. അപ്പം എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കളർ തന്നെ 5 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഗ്രീൻ ഇത്തിരി വലുതും അതിൽ ചെറുതായിട്ടും അങ്ങനെ പല വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ക്യാൻഡിൽ വെച്ചിട്ടൊന്ന് അതിനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ പെറ്റൽസായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഈ പെറ്റൽസിനെ നമ്മൾ സാധാരണ നീഡിലും ത്രെഡും വെച്ചിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുകയാണ്. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 5 പെറ്റൽസും ഇതുപോലെ കോർത്തെടുക്കാം. അങ്ങനെ നമ്മളിതുപോലെ കോർത്തെടുത്തു, കണ്ടോ? എന്നിട്ട് അതിനെ ഒന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് അതിൻ്റെ ലാസ്റ്റ് എൻഡ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ കളറിലുള്ള സാറ്റിൻ റിബണും ഇതുപോലെ ഫ്ലവേഴ്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഫോം ഷീറ്റ് വേണം. അപ്പോൾ ഫോം ഷീറ്റ് നമുക്ക് സാധാരണ എല്ലാ സ്റ്റേഷനറി കടയിലും വാങ്ങാൻ കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് അതുപോലെ റൗണ്ട് വരച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ റൗണ്ടിൽ നമ്മൾ 2 സൈഡിലായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കട്ടിങ് വലുതായിട്ട് ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോകരുത്, ചെറിയൊരു കട്ടിങ് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടെ നമ്മൾ നേരത്തെ ആ ഒരു സ്ട്രെച്ച് ചെയ്ത് വെച്ച ആ ബാൻഡ് ഇങ്ങനെ കടത്തി കൊടുക്കുക. എന്നിട്ട് ആ ബാൻഡിനെ 2 സൈഡും കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ 2 സൈഡും പുറത്ത് ബൾജ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാവുമ്പം നമുക്കൊരു ഫിനിഷിങ് ലുക്കും കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹോട്ട് ഗൺ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ അകത്തകത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്ത ഫ്ലവേഴ്സിന് ഞാൻ താഴെ ഒരു ലേസ് കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതും സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് സാധാരണ നമ്മൾ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്ന ലേസ് തന്നെയാണ്. അത് വെച്ചിട്ട് ഒരു ഫ്ലവറായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ കയ്യിലിപ്പം ലേസ് ഇല്ല, പകരം നെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതിയാവും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് പോളും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ബാൻഡും ഒന്ന് ഫിക്സ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ആഹാ, അടിപൊളി ലുക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ നാഷണൽ ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അത് നമ്മൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. ആ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. എന്നിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.